ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഓണം സീരീസിലെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. സോ കഴിഞ്ഞ വീഡിയോ എളുപ്പമായിരുന്നില്ലേ? അതുപോലെ തന്നെ ഇപ്രാവശ്യം നല്ലൊരു വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സദ്യയിലൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്, സ്വീറ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ്. അതെ, പൈനാപ്പിൾ പച്ചടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഒട്ടും കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഈസി ആയിട്ട് 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. സോ നമുക്ക് എളുപ്പം ഉണ്ടാക്കാം. വെൽക്കം ബാക്ക് ടു ഐറ്റിക്കും. വീഡിയോയിലോട്ട് പോകാം. ഒരു പഴുത്ത പൈനാപ്പിളിന്റെ പകുതി തൊലി കളഞ്ഞ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 പീസ് ഇഞ്ചി ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ബൗൾ പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ജാറിലേക്ക് കുറച്ച് നാളികേരം ചിരകിയതിട്ട് അതിലോട്ട് 2 പീസ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകവും ഒരു സീക്രട്ട് ടിപ്പായ കുറച്ച് കടുകും കൂടെ ആഡ് ചെയ്ത് വെള്ളമില്ലാതെ അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് വേണ്ട മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് വേണ്ട 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ല രീതിക്കൊന്ന് ഇളക്കി ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനി ഒന്ന് അടച്ച് വെച്ച് ഒരു 6 മിനിറ്റ് കുക്ക് ചെയ്താൽ തന്നെ പൈനാപ്പിൾ ഒരുവിധം വെന്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ തുറക്കുമ്പോൾ കുറച്ച് വെള്ളം ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വെള്ളം ഒന്ന് നമ്മൾ വറ്റിച്ചെടുക്കാൻ ഒരു 2 മിനിറ്റ് കൂടെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ വെള്ളം നന്നായി വറ്റി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. തേങ്ങ, ജീരകം എല്ലാം ചേർത്ത് അരച്ച പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉടയാതെ ശ്രദ്ധിക്കുക. നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുന്ന വരെ ഇതൊന്ന് നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പുളിയുള്ള 1/2 ബൗൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തൈര് ആഡ് ചെയ്ത് ഇത് നല്ല രീതിക്കൊന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെയും തിളയ്ക്കേണ്ട ആവശ്യമില്ല. തൈര് ആഡ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് തിള വന്നാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല രീതിക്ക് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പച്ചടി നല്ല കൺസിസ്റ്റൻസിയിലെത്തും. ഈ കൺസിസ്റ്റൻസിയിൽ വെച്ച് നമുക്ക് താളിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ താളിക്കാനായിട്ട് നമ്മളൊരു പാന് ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രം നമ്മൾ അതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഇട്ട് കരിയാൻ പാടില്ല. ഫ്ലെയിം വേണമെങ്കിൽ മീഡിയത്തിലോട്ട് വെക്കാവുന്നതാണ്. ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളക് കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചോപ്പ് ചെയ്ത് വെച്ച വറ്റൽമുളകും ആഡ് ചെയ്ത് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ചെറിയുള്ളി ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ താളിപ്പ് പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ല രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ക്രീമിങ് ടേസ്റ്റിങ് സ്വീറ്റും ആയിട്ടുള്ള പച്ചടി റെഡിയാണ്. കാണുമ്പോൾ തന്നെ നല്ല ലുക്ക് ഉണ്ട്. ഇത് കഴിക്കാനും അതേപോലെ നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. അപ്പം ഞാനെടുത്ത പൈനാപ്പിളിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഷുഗർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി? എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ ആ മെത്തേഡ്സ് മാത്രം ഒന്ന് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതി. ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഡിഷാണ്. സോ നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. സോ നമ്മുടെ ഓണം സീരീസിൻ്റെ എല്ലാ വീഡിയോസും നമ്മുടെ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കയറി കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഓണം അടിപൊളി ആവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.